എന്തെങ്കിലും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ഇന്ന് പുതിയൊരു ദിവസം പുതിയ സ്ഥലങ്ങൾ കാര്യങ്ങൾ തേടി പോകാനുണ്ട്. ഇന്ന് കുറേ സിനിമ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് പൊള്ളാച്ചിയിലാണ് ഗൈസ്. പൊള്ളാച്ചിയിലാണ്. ഇന്നലെ രാത്രി മുന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ പിറ്റേ ദിവസം. ഇന്ന് ആക്ച്വലി കേരളത്തിൽ നല്ല മഴയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ അധികം മഴയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു 5:45 ആയപ്പോൾ എണീറ്റ് രാത്രി 11 മണിക്ക് കിടന്ന് തുടങ്ങിയ എഡിറ്റിങ്ങും പരിപാടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ ആഴ്ച വീഡിയോസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോരോ ഇതുകളിലാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല റിസോർട്ടും കാര്യങ്ങളൊന്നും കാട്ടി തരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ. കുറേ സ്ഥലം ഉണ്ടെന്നുള്ളൂ, പക്ഷേ ബേസിക് ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊല്ലങ്കോട് ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം പറയട്ടെ, എങ്ങനെ നിങ്ങൾക്ക് കൊല്ലങ്കോട് ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നുള്ളത്. ഇന്ന് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആക്ച്വലി ചെറിയൊരു റിസോർട്ട് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ലൈക്ക് ചെറിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി തരാം. എന്നിട്ട് ഇന്ന് നമുക്ക് കുറേ ലൊക്കേഷൻസ് പോകാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പം വന്നിട്ടുള്ള ആൾക്കാരുടെ ബൈക്കും കാര്യങ്ങളൊക്കെ കാട്ടി തരാം. അവരുടെ വിശേഷങ്ങളും കാട്ടി തരാം കേട്ടോ. 18 ബൈക്ക് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാനുണ്ട്. 18 ബൈക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാട്ടി തരാം കേട്ടോ. പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്നിട്ട്. അതിൽ ഇതെന്തായാലും ഇത് മറ്റേ ഇതല്ലേ, എന്തായിരുന്നത്, എന്തൊക്കെയോ കാലിലൊന്ന് കൊത്തുണ്ട് കേട്ടോ. ഇതാ സാധനം മറ്റേ എലിക്കുഞ്ഞ് പോലത്തെ ഒരു സാധനമല്ലേ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് റൈഡ് ചെയ്യും കേട്ടോ. അതാണ് അടുത്തൊരു പ്രശ്നം വരണത്. ഉച്ചയ്ക്ക് റൈഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് അറിയില്ല. ഉച്ചയിലത്തെ റൈഡ് കുറച്ച് സീനാണ് കേട്ടോ. അത് ഫുള്ള് മെയിൻ്റെനൻസ്. എപ്പോഴും ഓണാവോ പയ്യോ പൂൾ എപ്പോഴാണ് ഇറങ്ങാൻ പറ്റുക? 20 മിനിറ്റ്സ്. ഓക്കെ. ഇവർക്ക് ലക്ഷറി വില്ലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലക്ഷറി വില്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്. നമ്മുടെ റൂം വെച്ചിട്ട് കുഴപ്പമുണ്ടാവില്ല, വലിയൊരു ഇതൊന്നുണ്ടാവില്ല ഇല്ലാണ്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയണത്. ഇവിടെ പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലൈക്ക് ഒരു തെങ്ങും തോപ്പിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇത് പൊള്ളാച്ചിയിലാണ് റിസോർട്ട് സ്റ്റേ ചെയ്യണത് കേട്ടോ. ഞാനിത് നല്ലൊരു ഇതാണെങ്കിൽ ഞാൻ കാട്ടി തന്നേനെ. ഇവിടെയായിരുന്നു നമ്മൾ ഇന്നലെ ഫുഡും കാര്യങ്ങളും കഴിച്ചത്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട്. 8 മണിയാകുമ്പോൾ 7:30 നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് സൈക്കിളുകളുടെ നമ്മൾ വന്നിട്ടുള്ള സൈക്കിളുകൾ. ബിറ്റ്ബീൻ്റെ റിവർ സൈഡ്, മെറീഡയുടെ ക്രോസ്, മെറീഡയുടെ മോഡൽ നെയിം വിട്ടുപോയി. അതുപോലെ തന്നെ മെറീഡയുടെ ഇത് പോളിഗണിൻ്റെ പാത്ത്. ഇത് 91-ൻ്റെ ഒരു ബൈക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ റോക്ക് റൈഡറിൻ്റെ ഒരു ബൈക്ക്, ജയൻറ്റിൻ്റെ ടാലോൺ, പിന്നെ ഫാൻഡം, ട്രൈബാൻ. ഇവർ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവരുടെ കഥ നമ്മൾ ഇന്നലെ കേട്ടതാണ്. ബെർഗാമോൻ്റെ ഹെലിക്സ്. ഇത് നമ്മുടെ ഹൈബ്രിഡ് സൈക്കിള്. ഇതിൻ്റെ കമ്പി ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. എനിക്ക് തിരിച്ചൊരു 80 കിലോമീറ്റർ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് സിംഗിൾ സ്പീഡ് ഒരു സൈക്കിൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബിറ്റ്ബീൻ്റെ പണ്ടത്തെ ടൈപ്പ് മോഡലുണ്ട്. ഒരു ഹൈബ്രിഡ് പണ്ടുള്ളതായിരുന്നു. പിന്നെ ഈ സൈക്കിളുകളൊക്കെ ഇവിടെ ഉള്ളതായിരുന്നു കേട്ടോ. ഇവിടെയുള്ള സൈക്കിളുകളാണ്. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇവിടെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു കോട്ടേജ് ഇതിലായിരുന്നു. ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. ഞാൻ ഇന്നലെ അവിടെ കിടന്നിട്ടാണ് എഡിറ്റ് ചെയ്തത്. എഡിറ്റിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കം? സൂപ്പറായിരുന്നല്ലേ? അടിപൊളി. നമ്മൾ 207-ാമത്തെ ഇതിലാണ്. വീഡിയോയും കൊണ്ട് വരുന്നുണ്ട്. ഡ്രസ്സൊന്നും മാറില്ലല്ലോ? അല്ല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ആള് കാലത്ത് തന്നെ ഫുള്ള് റെഡി ആയിട്ടാ, ഫുള്ള് സെറ്റായി. എത്ര മണിക്ക് നമുക്ക് പോണ്ടേ? 7-8 മണിയാകുമ്പോ. അപ്പൊ ഞാൻ പേരിട്ടുപോയി, പ്രശാന്തേട്ടൻ, ശരത്തേട്ടൻ. അപ്പം ഞങ്ങൾ 3 പേരായിരുന്നു ഇവിടെ ഈ റൂമിലുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും ഒരു റൂമിൽ 3 പേര് വെച്ചിട്ടായിരുന്നു ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കും കാര്യങ്ങളൊക്കെ? ഉറക്കം നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. പുറത്ത് കൊതുണ്ട്, നല്ല കൊതുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളവും കുറച്ച് തമിഴ്നാട് ഈ ഭാഗത്ത്. ഞാൻ അയ്യപ്പൻചാൻ്റെ കടയിൽ വെച്ച് പറഞ്ഞു എല്ലാവരും ഈ ടാങ്ക് മറ്റേ എന്താ പറയാന് വെള്ളത്തിൻ്റെ ആ കുറ്റിയിലാണ് വെള്ളം പാഴ്സൽ വാങ്ങിയിട്ടാണ് ചെയ്യണത്. അതുപോലെ തന്നെയായിരുന്നു ഇവിടെ. പക്ഷെ വെള്ളം നമുക്ക് പെട്ടെന്ന് കേരളത്തിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇതായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാട്ടാ. എന്തായി ഫുള്ള് സെറ്റ് ആയില്ലേ? എല്ലാം റെഡി. ഇന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോണേ? 2 സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? മുതലമട റെയിൽവേ സ്റ്റേഷൻ ആൻഡ് കൊല്ലംകോട് ഏതോ ഒരു അമ്പലം കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലേക്കാണ് ഇട്ടുന്നത് പോണത്. എന്തായാലും 2 എപ്പിസോഡായിരിക്കും. രാത്രി എന്തായാലും വീട്ടിലെത്തണത് രാത്രി എന്താ ഇവിടെ എത്ര മണിക്ക് ഇവിടെ എത്തുമെന്ന് പറഞ്ഞാൽ റൈഡ് എപ്പോഴും ഓഫ് ചെയ്യുന്നു? ലൈക്ക് 7 മണി ആ ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 5 മണിന്ന് പറഞ്ഞാണ്. 5 മണിന്ന് പറഞ്ഞാണ്.
5 മണിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും 7 മണിക്ക് ആവട്ടെ തൃശ്ശൂർ എത്തുമ്പോൾ. എന്തായാലും നോക്കട്ടെ. കഴിഞ്ഞ വീഡിയോസൊക്കെ 33, ഇന്നലെ രാത്രി എഡിറ്റ് ചെയ്ത വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടെന്ന് അറിയാം? 36 മിനിറ്റ് ഉണ്ട്. 50 36 ആക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംസാരങ്ങളൊക്കെ പോവും. അപ്പോൾ നോക്കട്ടെ കേട്ടോ, നമ്മൾ പയ്യെ ചെയ്തിടാം. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകണട്ടാ. എല്ലാവരും എണീറ്റ് വരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ വീണ്ടും ജേഴ്സിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ഏതൊക്കെ ഷോർട്സ് ഇന്നലെ ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. AC ഇട്ടുണ്ട് ഇവിടെ, AC ഇട്ടുണ്ടല്ലേ? ഇന്നലെ ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ, ചെറിയൊരു തണവ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. എന്തിട്ടേക്കായിരുന്നു ഫുഡ്? ചട്നി, സാമ്പാർ, ഇതെന്താ സാധനം? പൊങ്കൽ. ആ ഓക്കെ. ഓ നമ്മൾ തമിഴ്നാട്ടിലാണല്ലോ അല്ലേ? പൊങ്കൽ, പിന്നെ എന്നിട്ട് ഇഡ്ഡലി, വട, പിന്നെ പ്രോട്ടീൻ ഉണ്ടോ? കേസരി. അത് സ്വീറ്റാണോ? സ്വീറ്റാണല്ലേ, കേസരി. നോക്കട്ടെ, ഈ സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കില്ല. അങ്ങനെ ഇഡ്ഡലി കഴിക്കാറുണ്ട്, ബാക്കി സാധനങ്ങളൊക്കെ നോക്കി നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കിയോട്ടെ. ആദ്യം തന്നെ കേസരി തന്നെ വിളമ്പിക്കോ. കേസരി, ഒരു മുട്ട ഉരുണ്ട് കളിക്കണ്ടല്ലോ, ഉഴുന്നുവട, 2 ഇഡ്ഡലി, പിന്നെ ഇത് പൊങ്കലല്ലേ? ഇത് പൊങ്കൽ, ഉപ്മാ മാതിരി. ഉപ്മാ മാതിരി മതി, അത്ര വേണ്ട. പൊങ്കലിൻ്റെ കൂടെ എന്നിട്ട് കഴിക്കുക? സാമ്പാറാണോ കഴിക്കുക? സാമ്പാർ ചട്നി പൊങ്കലിൻ്റെ മേലെ ഒഴിച്ചോളാം. മതി. ചട്നി. ഓക്കെ, സോ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. പൊങ്കൽ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ പോയപ്പോൾ നമ്മൾ ഏതൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ റൈസ് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ. എങ്ങനെയുണ്ട്? ഇന്നലെയും നിങ്ങളൊപ്പം തന്നെയായിരുന്നു എൻ്റെ അടുത്ത്. കഴിച്ചു നോക്കട്ടെ. പൊങ്കൽ ആദ്യം കഴിച്ചു നോക്കിയോട്ടെ. പൊങ്കൽ റൈസ് കുഴപ്പമില്ല. You are familiar with this kind of food, right? Yes. ചെന്നൈ ആയതുകൊണ്ട് അവർക്ക് ഈ ഫുഡുകൾ ഇതായിരിക്കട്ടെ. നമ്മളങ്ങനെ നമ്മുടെ നാട്ടിൽ ഇഡ്ഡലിയും മുട്ട, ചട്നി, വട, ഇതും കേസരിയും ഇതൊന്നും നമ്മുടെ അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പയ്യെ നീങ്ങാം കേട്ടോ. ഏതാ? അത് കണ്ടു. ഓക്കെ. അപ്പോൾ കഴിച്ച് നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഹെൽമെറ്റ് വയ്ക്കണില്ലേ? ഹെൽമെറ്റ് ഡിക്കിയിൽ വയ്ക്കുക. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. ലഗേജ് തൽക്കാലം ഓക്കെ, അത് മേലോട്ട് വെച്ചോട്ടോ. എനിക്ക് ഇടയ്ക്ക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ വയ്ക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളിനി ഇവിടെ നിന്ന് പയ്യെ നീങ്ങാണ് കേട്ടോ. ഹായ് ബ്രോ, ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരമായി. കണ്ടപ്പോൾ തുടങ്ങിയതാ. DJയുടെ എങ്ങനെയുണ്ടോ സാധനം? DJ കുഴപ്പമില്ല, വയ്ക്കാൻ പറ്റുമോ? അവിടെ നിന്ന് ഉണ്ടോ? ക്യാമറ ഉണ്ടോ? ആള് DJയുടെ ഒരു ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയത് അതൊന്ന് കാണണം. എന്നിട്ടത് ഓക്കെ. ഇതിന്റെ പേരെന്തായിരുന്നു? ആക്ഷൻ 2 ആണ് വരുന്നത് കേട്ടോ. ഇതെങ്ങനെ ക്ലിപ്പ് ചെയ്യാം? ഇത് 2 മോഡ്യൂളാണ്. ഇത് ക്യാമറ മോഡ്യൂള്, ഇതിൽ ആണ് മെമ്മറി കാർഡ് ഉള്ളത്. ഒരു 1/2 മണിക്കൂർ ഇതിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ. ഇത് ബാറ്ററി മോഡ്യൂളാണ്. ഓക്കെ, ബാറ്ററി സെപ്പറേറ്റ്. അതിൽ ബാറ്ററി ഉണ്ട്, ഇതിൽ ബാറ്ററി ഉണ്ട്. ഇത് അരമണിക്കൂർ ഒരു 180p ചെയ്യാം. 4K റെക്കോർഡിംഗ് ഉണ്ട്. ഡിസ്പ്ലേ ഉണ്ടോ? ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ 2 അല്ലേ? വൈബ്രേഷനൊക്കെ ഉണ്ട്. ആക്ഷൻ 2 ഓക്കെ, നൈസ്. ഇതിപ്പോൾ സ്ലോമോയിലേക്ക് കിടക്കണം. അല്ല, ഓപ്ഷൻസ് ഉണ്ട്. സ്ലോമോ ഉണ്ട്, ക്യുക്ക്, ക്ലിപ്പ്, ഫോട്ടോ എല്ലാം ഉണ്ടല്ലേ. നൈസ്. ടൈം ലാപ്സ്, സ്ലോമോന്ന്. അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ സാധനം? ഞാൻ ലൈക്ക് കഴുത്തിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഞാൻ വലിയ ചെസ്റ്റും മൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് ചെയ്തിരിക്കണം കേട്ടോ. സ്ലോമോ ആണോ വീഡിയോ? ഓക്കെ. ഇത് 4K എവിടെ വരെയൊക്കെ പോവാം? എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K മാക്സിമം, 4K 16:, ഈ സാധനം. ഓക്കെ, മനസ്സിലായി. ഇനി ബാക്ക് എടുത്താൽ ഓക്കെ. അപ്പോൾ ഇതാണ് ആക്ഷൻ 2. എത്ര രൂപ ഉണ്ട് ഇതിന്? ആമസോൺ 16 കണ്ടാണ്. പക്ഷേ നമ്മുടെ കാർഡിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ 13,500 ആ റേഞ്ചിൽ 13,000 രൂപയ്ക്ക് കിട്ടും.
അതൊരു ആമസോൺ സെയിൽ പ്ലസ് കാർഡിന്റെ ഓപ്ഷൻ. ഓക്കെ. അപ്പൊ ഇത് ഇന്ന് കണക്ട് ചെയ്താൽ ഇതാണ് ബാറ്ററി. ഇത് മാത്രമായിട്ട് ബാറ്ററി എന്തെങ്കിലും ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇതാണ് ബാറ്ററി വരണത് കേട്ടോ. ബാറ്ററിയും കാര്യങ്ങളും ഇത് എക്സ്ട്രാ. അത് 13,000 രൂപ. അതിന്റെ കൂടെ വരണം. ഇത് എത്ര മണിക്കൂർ കിട്ടും? ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോൾ ഒരു 1.5 hour 1.5 മണിക്കൂർ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി കഴുത്തില് ആ ഒരു ബാൻഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കുരിശ് പോലെ. ഇത് ഉള്ളിലാണ് ഇടുന്നത്. ഇതിലോട്ട് ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ ഒരു അഡീഷണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇത് കൂടെ ലോക്ക് ചെയ്യുന്നത്. കുലുക്കത്തിൽ ഇതിലൊന്നും ഒന്നും പോയില്ല. അപ്പൊ ചെസ്റ്റിൽ ഈ സാധനം വെറുതെ ഇരിക്കും. ഒരു ക്യാമറ മാത്രല്ലേ. 13,000 വരുന്നുള്ളൂ അല്ലേ? സംഭവം കൊള്ളാം. മൗണ്ടും ഇവിടെ ഇത് അതിന്റെ കൂടെ ക്വിക്ക് മൗണ്ടാണ്. നമ്മള് 13,000 പരിപാടി നടക്കും. പക്ഷേ ഞാൻ ഇത്ര വില കുറവാന്ന് വിചാരിച്ചില്ല. 13,000 ആ ഒരു റേഞ്ചാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതാണ് സെറ്റപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ റൈഡ് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. കുറച്ചല്ല നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫുള്ള് മഴക്കാരും ഇതായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിക്കണു. എനിക്കറിയില്ല ഇത്ര ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമെന്ന്. എന്തായാലും നമ്മൾ നമ്മുടെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോവാണ്. സൈക്കിൾ ഇതുവരെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇതിലിപ്പോൾ 2 പേര്, ഒരാൾ ബോർഡറിൽ നിന്ന് കയറി പോകുന്നുണ്ട്, നമ്മുടെ കുര്യൻ അങ്കിള് ആക്ച്വലി അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. പിന്നെ ചെന്നൈയിൽ നിന്ന് 2 പേരുണ്ടായിരുന്നില്ലേ, അവരും ഇന്ന് രാത്രി, കാരണം ഇന്ന് രാത്രി നമ്മൾ എന്തായാലും ലേറ്റ് ആവട്ടെ എത്താൻ വേണ്ടി. ഒരു 7 മണി കഴിയും നമ്മൾ തൃശ്ശൂർ എത്താനുണ്ട്. 7 മണി എന്തായാലും ആവും. അവർക്ക് 4 മണിക്ക് 5 മണിക്കാണ് ട്രെയിൻ വരണത്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പയ്യെ ഇവിടെ നിന്ന് വിടാൻ പോവാണ് കേട്ടോ. ഇവിടെയും വെള്ളച്ചാട്ടം ഉണ്ടോ? ചെറിയൊരു ഇതുണ്ട്, ഡാമുണ്ട്. ഈ വഴിയാട്ടോ നമ്മൾ ഇന്നലെ രാത്രി വന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ അപ്ഡേറ്റുകൾ ചെറിയ റീൽസായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, തൃശ്ശൂർ സൈഡിലേക്ക് വരുമ്പോൾ, കൊല്ലത്തേക്കൊക്കെ എത്തുമ്പോൾ കയറ്റം ഇറക്കാം അതുപോലത്തെ ഒരു റോഡ് വേണ്ട. നമ്മൾ ഓൾ കേരള ചെയ്തപ്പോൾ അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നു. അതേപോലെ അല്ലാണ്ട് ഇവിടെ നിന്ന് കേരളം എത്തണ വരെ കയറ്റം ഇറക്കാം. ഓ, അപ്പുറത്തെ സൈഡ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് കേരളത്തിലേക്ക് കയറാൻ പോവാം. തമിഴ്നാട് ഇന്നലെ വിളിച്ചപ്പോൾ തമിഴ്നാട്ടിൽ, മറ്റേ സിനിമയിൽ പറയണോ ഇപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ ജപ്പാനിലാണ്. ആ സെറ്റപ്പാണ്. ബോർഡറിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ താമസ സൗകര്യം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് തമിഴ്നാട് കേരളമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് ഈ തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എല്ലാത്തിലും ചെത്തലുണ്ടെന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ലൊക്കേഷൻ വരുന്നത് മുതലമടയാണ്. മുതലമടയ്ക്ക് ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എല്ലാവരും ഉണ്ടാകാൻ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സ്പ്ലിറ്റ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നോക്കി നോക്കാം എങ്ങനെയാണ് ആൾക്കാർ പോണത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും തൃശ്ശൂർക്ക് റൈഡ് ചെയ്യണില്ല, തിരിച്ച് ചെയ്യില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇതന്നെ ചെയ്യാറ്. ഇവിടുന്ന് ഊട്ടിയിലേക്ക് റൈഡ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ വരുമ്പോൾ കോയമ്പത്തൂർ അവിടെ നിന്ന് ബസ് കയറിയിട്ടാണ് പോകാറ്. ബസ്സിൻ്റെ ഉള്ളിൽ എടുത്തിടാം. ആ ഉള്ളിൽ ടയർ ഊരി വയ്ക്കും, ഉള്ളിൽ കയറ്റും. അപ്പോൾ ഒരു ഞങ്ങളും ബോർഡറിൻ്റെ അവിടെ നിന്നല്ലേ, ബോർഡർ ടൗണിൻ്റെ അവിടെ ഒരു ബസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 3 കിലോമീറ്റർ 5 കിലോമീറ്ററിന് താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആള് ഇത് കയറ്റാനുള്ള ഒരു നിശ്ചയത്തിലാണ് ചവിട്ടണത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ. ഇന്നലെ രാത്രിയാണ് ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടു കാണും. ഇവിടെ ബസ് കയറിയിട്ട് ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബോർഡർ ക്രോസിങ് വീഡിയോ. ഓക്കെ, എല്ലാവരും വന്നിട്ട് പോരെ? വെയിലോളാണ്. ശരിയാ, വേഗത്തിൽ പയ്യെ പോകട്ടോ. വെയിലേ പോവാന്നാ, കുഴപ്പമില്ല, വിട്ടോ. അല്ല, കുര്യൻ ചേട്ടൻ എന്താ ചെയ്യണേ? മാനേജ് ചെയ്തോളൂല്ലേ? ഓക്കെ. കുര്യൻ
കുര്യൻ അങ്കിൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ഇവർ തന്നെ മാനേജ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ നമുക്കിത് തൃശ്ശൂർക്ക് 75 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാണാം. 75 കിലോമീറ്റർ. വീണ്ടും ക്യാമറ. ഗോവിന്ദാപുരം ബ്രിഡ്ജ്. ഇത് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള കേട്ടോ. ഇതാണ് കേരള തമിഴ്നാടു. ഇത് ഈ ഒരു തെങ്ങുംതോപ്പ്. ഇനി ഇവിടുന്ന് കൊല്ലങ്കോട്, നെന്മാറ, തൃശ്ശൂർ. ഇതാണ് ഇത് വരുന്നത് കേട്ടോ. ഇവിടെ മറ്റേ വെൽക്കമിങ് ബോർഡൊക്കെ ഉണ്ട്. വെൽക്കമിങ് അല്ല, പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് വിസിറ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ട്. നെന്മാറയ്ക്കൊക്കെ ഉണ്ട് ഇവിടുന്ന്. തൃശ്ശൂർക്ക് വല്ലപ്പോഴും ഉള്ളതുകൊണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ കുറേ ലോട്ടറി കടകൾ കാണാം കേട്ടോ. ലോട്ടറിയുടെ ഇതുകൾ കേരളത്തിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് കാണാം. ഇനി ഏതാ ഗുരുവായൂർ ബസ് ഉണ്ടല്ലേ. ഞാൻ ഇന്നലെ ഒരു തൃശ്ശൂർ കണ്ടു ബസ് വിടുന്നു പ്രൈവറ്റ്. അപ്പോൾ ഇനി ഇത് ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ്. ഞാൻ കഴിഞ്ഞ വട്ടം ഊട്ടി പോയപ്പോൾ വാളയാറ കണ്ടേട്ടാ. ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റും കണ്ടു. ഓരോ ദിവസവും ഓരോ സമയം കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് അറിഞ്ഞും മനസ്സിലാക്കിയും വരാം കാര്യങ്ങൾ. ബെനിഫിറ്റ്സ് ഓഫ് റൈഡ്. അതെ, കിസാൻ തൃശ്ശൂർ, വടക്കാഞ്ചേരി, കൊല്ലങ്കോട്, നെന്മാറ ബസ് കേട്ടോ. അപ്പോൾ എന്തായാലും ആളതിൽ പൊക്കോളും. ആ ബസ്സിൽ തന്നെ മിക്കതും പോവാം. എപ്പോഴും ബസ്സില്ലാന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്കായിട്ട് നീങ്ങാം കേട്ടോ. എന്താ പ്ലാൻ എനിക്കറിയില്ല. ഗ്രൂപ്പിന്റെ ചിങ്ങഞ്ചിറ പോവാ. അവിടെ ചിങ്ങഞ്ചിറ എവിടെയാ? 3 കിലോമീറ്റർ ഡൈവേർട്ട് ചെയ്താൽ മതി. ഇപ്പൊ പോകുന്ന നാച്ചുറൽ അല്ലല്ലോ. അല്ല അതാ പറയുന്നത്. അത് സജഷനാണ്. എങ്ങനെ ഇവിടെ നിന്ന് കയറി ഉച്ച സമയത്ത് നമുക്ക് അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉച്ച സമയം കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് വെയിലാറി കഴിയുമ്പോൾ അതും ഒരു പോയിന്റ്. അപ്പോൾ 2 ഇത് കിട്ടും. ഇതും വന്നിട്ട് നൈസായിട്ട് ടച്ച് ചെയ്യാം. അല്ല ഇവിടെ നമുക്ക് കാരണം വേറെ ഒന്നുമില്ല, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിൽക്കണം കേട്ടോ. ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ ഉണ്ട്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 5 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 3 പേര് ഇതിൽ നിന്ന് കൊഴിഞ്ഞു. 3 പേര് ഇപ്പോൾ കൊഴിയും. കാരണം രാത്രിയാവും എത്താൻ വേണ്ടിയിട്ട്. പിന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മണ്ടത്തരമായിട്ട് അത് ലേറ്റായി, 10 മണിയായി. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. മുതലമട പോയിട്ട് കറങ്ങിയിട്ട് ഒരു ടെമ്പിൾ ഉണ്ട് ഇവിടെ, ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ. ഒരു അമ്പലമുണ്ട്, ആൽമരം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് പോകണോ അല്ലെങ്കിൽ നേരെ ചെയ്യണം. കാരണം ഉച്ചയാവും വടക്കാഞ്ചേരി ഹൈവേ കയറുമ്പോൾ കേട്ടോ. അതാണിപ്പോൾ പല സജഷൻസും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. മുതലമട ആ ഒരു ലൊക്കേഷൻ ലക്ഷ്യമാക്കി പോകാൻ തന്നെ തീരുമാനിച്ചു. അതിന് ശേഷം ആണ് മറ്റേ ലൊക്കേഷനിലേക്ക് പോകണത് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. 5 കിലോമീറ്റർ ആണെങ്കിലും നല്ല തണലുള്ള റൂട്ടാണ് കേട്ടോ. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫുള്ള് നല്ല പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്. കുറച്ച് വയലുകളും തോട്ടങ്ങളും ഉണ്ട്. എന്നാലും കൂടുതലും മരങ്ങളും ഫുള്ള് അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു ഇതാണ് കേട്ടോ. ആ ഒരു ഇത് കുറേ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷൂട്ടിംഗ് ലൊക്കേഷനാണ് മുതലമട ലൊക്കേഷൻസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ ലിസ്റ്റ് ഇത് പറയട്ടെ. ഞാൻ വീഡിയോയുടെ അവസാനം പറയാതെ സിനിമകൾ അവിടെ എത്തിയിട്ട് പറയാം. സിനിമകളുണ്ട് ഷൂട്ട് ചെയ്ത് നോക്കണേന്ന്. അപ്പോൾ നമ്മൾ പയ്യെ ചവിട്ടി മുതലമട ലക്ഷ്യമാക്കി പോവാണ്. കണ്ടോ ഇവിടെയൊക്കെ ഭയങ്കര കാമൻ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു ചെറിയൊരു തണുത്ത ഇതുകൂണിയുണ്ട്. ഇതാ മുതലമട റെയിൽവേ സ്റ്റേഷൻ ആ വഴി കേട്ടോ. അവിടെ ചെക്ക് പോസ്റ്റും വലിയ വാഹനങ്ങൾക്ക് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ ഈ വഴിയാണ് മുതലമട പോകേണ്ടത്. എല്ലാവരും ഈ ഒരു ലൊക്കേഷൻ കഴിഞ്ഞിട്ടാണ്. ആദ്യം കുര്യൻചേട്ടൻ പോയി, അത് കഴിഞ്ഞിട്ട് ചെന്നൈയിലത്തെ ആൾക്കാർ ഈ ഒരു ലൊക്കേഷനും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടാണ് 2 പേരും നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കൊഴിയാട്ടോ. അപ്പോൾ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഇത് കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് ആ സ്റ്റേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് ട്രെയിൻ കയറി പോവായിരുന്നു. ഞാൻ യൂഷ്വലി റൈഡ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഊട്ടി റൈഡാണെങ്കിൽ ഊട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ആ ഒരു ഹെയർപിൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ബസ്സോ അല്ലെങ്കിൽ
എന്താ ട്രാൻസ്പോർട്ട് മാർഗം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കയറിയിട്ട് നമ്മൾ ഇറങ്ങാണ് പതിവ് കേട്ടോ. റിട്ടേൺ യാത്ര മടിപ്പിക്കലാണ്. അവിടെ നിറച്ച് വെള്ളം അല്ലേ? അവിടെ വെള്ളം, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നത്, അവിടെ നിറച്ച് വെള്ളം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് തിരിച്ചും വീട്ടിലേക്ക് റൈഡ് ചെയ്യണത് കേട്ടോ. 2 ദിവസത്തെ ട്രിപ്പ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് റൈഡ് ചെയ്യണത്. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാരണമാണ് കേട്ടോ. ഇങ്ങനെ സ്ഥലങ്ങൾ ഇന്നും പോകുന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനും ഒരു ദിവസത്തെ ഇതെന്നെ ചെയ്യുള്ളൂ. വന്ന വഴി വീണ്ടും പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ആൾത്താമസമില്ലാത്ത വഴിയാണല്ലോ. അല്ല എന്താ നിങ്ങൾ തിരിച്ചു വരണേ? ചുറ്റണോ? അപ്പം ഈ വഴിയല്ല, മെയിൻ റോഡിലേക്കാ ആണോ? വഴി തെറ്റിന്ന് തിരിച്ചോന്ന് വേറെ ആരെങ്കിലും ലോക്കൽസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ. അതായിരിക്കും വഴി തിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഭാഗ്യം കണ്ടത്, അല്ലെങ്കിൽ തിരിച്ച് ചവിട്ടേണ്ടി വന്നേനെ. ഗൈസ്, അങ്ങനെ മുതലമട റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. ഈ കാടല്ല, ഈ കാടിൻ്റെ ഇടയിൽ കൂടെ പോയി എന്താ ഇവിടെ നിർത്തിയിട്ട് ഈ സൈഡിൽ കൂടെ ജോലിയുടെ കോളുകൾ വേറെ ആയിരിക്കും, എല്ലാവർക്കും ജോലി സംബന്ധമായിട്ടുള്ള കോളുകളാണ് കേട്ടോ. എവരി വൺ ഈസ് ബിസി വിത്ത് വർക്ക് കോൾസ്. അപ്പോൾ നമ്മൾ മുതലമട ഇതിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സിനിമ നമ്മുടെ വെട്ടം. അതെ, വെട്ടം മൂവിയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഇത് ട്രെയിൻ വരണതല്ലേ? ദൈവേ, പോലീസുകാരൊരു കൈ തരുമോ? യെസ്, താങ്ക് യു. പേര് ഞാൻ വിട്ടുപോയി, അതാ അങ്ങനെ വിളിക്കണം കേട്ടോ. ഐ എം സോറി. ഏതാ? അത് കുഴപ്പമില്ല. അപ്പോൾ വെട്ടം മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ വള്ളികളൊക്കെ ആയിട്ട് ഇങ്ങനെ തൂങ്ങി പിടിച്ചിട്ട് ഒരു സാധനം ഇതും കാര്യങ്ങളൊക്കെ ഇല്ലേ, മാല മോഷ്ടിച്ച് കഴിഞ്ഞിട്ട് മാല ഇവിടെ ഇങ്ങനെ വന്നിട്ട് അതന്നെയാണ് ആ ഒരു സീൻ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. മറ്റേ നടീനെ ദിലീപ് വിളിച്ച് കയറ്റണത് വായു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഈ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം അറിയാം. അത് അത്രയും കൊല്ലങ്ങൾക്ക് മുന്നേ. ഇത് 2024 ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കേട്ടോ. അങ്ങനെ ആക്റ്റീവ് എപ്പോഴും അങ്ങനെ ട്രെയിനൊന്നും ഇല്ലല്ലോ ഇവിടേക്ക്. എപ്പോഴും ഈ റൂട്ട് ട്രെയിനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മുതലമടയ്ക്ക് ഈ ഒരു റൂട്ടിലേക്ക് ട്രെയിൻ കുറവാണ്. അത് ട്രെയിനോട് താല്പര്യമുള്ളവർ ആ റൂട്ടും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ എനിക്ക് ട്രെയിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പണിയാണ്. ടിടിയുടെ കാല് പിടിച്ച് ഫൈനും കൊടുത്തിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് മുതലമട റെയിൽവേ സ്റ്റേഷൻ. കൊള്ളാം. ഈ പേരുകളൊക്കെ നോക്കിയേ, എൻ്റെ പൊന്നെ കിടലൻ ഇതല്ലേ. ഇത് തൂങ്ങി പിടിച്ചിട്ട് ഇത് വീഴില്ല കേട്ടോ, ഇത് വീഴില്ല. നൈസായിട്ട് തൂങ്ങി പിടിച്ചിട്ട് തൂങ്ങി കയറാൻ പറ്റും കേട്ടോ. നൈസല്ലേ. ഇവിടെ അത്യാവശ്യത്തിന് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ. മുതലമട റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മരം കണ്ടോ, ഈ വേരുകൾ കുറേയുള്ള മരം. ഈ ഒരു മരം ഉള്ള കാരണമാണ് കേട്ടോ ഇത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇത്ര ഫേമസ് ആവാൻ കാരണം. അല്ലാതെ വേറൊരു പ്രത്യേകതയും ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ഞാൻ തപ്പിയിട്ടും മനസ്സിലാക്കിയിട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു മരങ്ങൾ, ബനിയൻ ട്രീസ്, ഇങ്ങനെ വേരുകൾ ഇങ്ങനെ കെടുക്കുന്ന കാരണം നമ്മൾ ഇവിടെ കുറേ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇത്ര ഫേമസ് കേട്ടോ. പാലക്കാട്ടത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം കേട്ടോ, മുതലമട റെയിൽവേ സ്റ്റേഷനെ. അപ്പോൾ ഒരു ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെയാണ് കേട്ടോ ഇത് വരുന്നത്. നിങ്ങൾ 2 എപ്പിസോഡാണ് ഷൂട്ട് ചെയ്തതാണ് നിങ്ങൾ ഒരു ദിവസം കണ്ടത്. ഇന്നും ഇന്നലെ ആയിട്ട് 2 ദിവസത്തെ. ഇതിൻ്റെ ഫുൾ ഐറ്റിനറി ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എന്താണ് എങ്ങനെ നിങ്ങൾക്ക് ട്രിപ്പ് കൊല്ലംകോട്ടേക്ക് പ്ലാൻ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. ചില്ലി എന്തായി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങൾ എങ്ങോട്ടേക്ക് പോകാനാ? എങ്ങോട്ടേലും പോകാനാണോ ട്രെയിൻ കയറി? അല്ലല്ല, ഓക്കെ. ഞാൻ ഏതാ ട്രെയിൻ വരണേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇവിടേക്ക് സ്റ്റേഷനിൽ ട്രെയിൻ ഇല്ല? ദിവസം വരണുണ്ടാവോ? ഇത് പാസ് ചെയ്ത് പോവില്ലേ? അത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമൊന്നുമില്ല എന്ന് തോന്നുന്നു അല്ലേ? ആ, രാവിലെ പറഞ്ഞിട്ടുണ്ട്. ആ, ഓക്കെ. ഏത്?
തിരുച്ചെന്തൂർ എക്സ്പ്രസ് അത് തമിഴ്നാട് അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോണത് അല്ലേ? ആ ഒരു ഒറ്റ ഇതുള്ളൂ അല്ലേ? ഓക്കെ. തിരുച്ചെന്തൂർ എക്സ്പ്രസ് കേട്ടോ. കാലത്ത് 6:40 രാത്രി 8:30 ആയിട്ട് ഇവിടെ നിർത്തണ ആ കൂടിയുള്ളൊരു ട്രെയിൻ കേട്ടോ. ആ ഒരു ഇത് മാത്രമേ ഇവിടെ നിർത്തുള്ളൂ. ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ ഇവിടെ നിന്നൊക്കെ അറ്റത്തേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ട്രീ ഉള്ള കാരണമാണ് കുറച്ച് ഇതൊരു നല്ലൊരു അടിപൊളി ലൊക്കേഷനായിട്ട് മാറുന്നത് കേട്ടോ. ഇത് തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ട് ഒരു സുഖമില്ല. ഇത് ആടാണ്ട് ഒരു സുഖമില്ല. ഇതൊരു കമ്പി ഇതൊന്നുമില്ല ആടിയ നിങ്ങള്. ഇത് മറ്റൊരു കമ്പുള്ളോ. ബാക്കോട്ട് നീക്കോട്ടോ, ബാക്കോട്ട് നീക്കി സൈഡിലേക്ക് നീക്കോ. ഒന്നില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, പാളം, അല്ലെങ്കിൽ ഇതിട്ടാ. അടിപൊളി സാധനം വേണം കേട്ടോ, നല്ല കാര്യമുള്ളൂ. നിങ്ങൾ കാണാൻ പോവാ? അത് ശരി. വേണോ? 3, 2, 1. ഓ മുഖം ചോന്നിട്ടോ, ഈ മുഖം ചോന്നു. 500 രൂപ കിട്ടാൻ വേറെ ഇതിന് വലിയ ഇതില്ല കേട്ടോ. ഒരു 10 സെക്കൻഡ്, 10-20 സെക്കൻഡ്. സ്റ്റാർട്ട്. 1 പോയി 2 പറഞ്ഞു, 20 പറഞ്ഞ. നല്ലൊരു കമ്പ് കിട്ടാണെങ്കിൽ അല്ല ഇവിടെ തട്ടും, അത് ഇവിടെ തട്ടും. അങ്ങോട്ട് കുറച്ചുകൂടിയും ഇത് കിട്ടുന്നു അല്ലേ? ഇവിടെ ഇത് തട്ടും. അതാണ് പ്രശ്നം, ഇവിടെ തട്ടും. ഇത് അപ്പുറത്തൊരു സാധനം ഉണ്ട്, അത് നോക്കി നോക്കാം. ഇതിങ്ങനത്തെ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ ആടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതേ മുതലമടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അല്ലല്ല, പൊക്കി പിടിച്ചാലേ കിട്ടുള്ളൂ. അതല്ല, ഫ്രണ്ട് ടയർ കുറച്ച് ചാരി വയ്ക്കാതെ നോക്കി. എല്ലാരും ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഫോട്ടോ ഇതിൽ കിട്ടും. അങ്ങനെ നിൽക്കുക ഈ സൈക്കിളിന്റെ ബാക്കില്. എല്ലാരും ഇവിടെ ഫോട്ടോഷൂട്ട് പരിപാടികളാണ് കേട്ടോ. എന്തായാലും അവര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. എന്തായാലും കുറച്ച് ഇതായിട്ട് ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി എഡിറ്റിംഗ് പരിപാടിയായിട്ട് ഞാൻ ഉറക്കിയിട്ടില്ല. ഉറക്കം ശരിയായിട്ടില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇവരിത് ഇവിടെ ഫുള്ള് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് മുതലമടയുടെ. ഞാൻ എന്തായാലും കുറച്ചേരം ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകട്ടെ, റെസ്റ്റ് എടുക്കാൻ പോവാണ്. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനി ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോകണം, തൃശ്ശൂർ വരെ എത്തണം. അത് അടുത്ത എപ്പിസോഡിൽ കാണാം. നാളെ വരും കേട്ടോ. അത് നാളെ എന്ന് പറയണത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കൃത്യം 6 മണിക്കാണ് ഇപ്പോൾ എല്ലാ എപ്പിസോഡും പോകണത് കേട്ടോ. അല്ലെങ്കിൽ ആഴ്ചയിൽ 3 വീഡിയോസ് ഉണ്ടായിരുന്നുള്ളൂ. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. കിടിലൻ വ്ളോഗുകളൊക്കെ ആയിട്ട് കാണാം. ബൈ ഗൈസ്.